ഫാമിലിയായിട്ട് ഏർവാടിയിൽ പോകുന്നവർക്ക് 2 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയും ഏർവാടിയിലെ പ്രധാനപ്പെട്ട സിയാറത്തും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 351ാമത്തെ എപ്പിസോഡ്. ഫാമിലിയായിട്ട് ഏർവാടിയിലേക്ക് പോകുമ്പോൾ പ്ലാൻ ചെയ്യാവുന്ന ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായ അനുഭവം വെച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ എപ്പോഴും വാട്സപ്പിലും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാമെന്നുള്ളത്. അവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ വീഡിയോ കണ്ട് ആവശ്യമായ രീതിയിൽ റൂട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് പുതിയ ട്രെയിന് രാമേശ്വരം എക്സ്പ്രസ് വന്നതോടുകൂടി നമുക്ക് നേരിട്ട് രാമനാഥപുരത്തേക്ക് ട്രെയിൻ ലഭ്യമാണ്. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിന് തന്നെ തിരിച്ചു വരണമെങ്കിൽ നമുക്ക് ഏർവാടിയിൽ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് അത് വലിയ പ്രയാസമായിരിക്കും. ആ വീഡിയോയുടെ ട്രെയിനിൻ്റെ വീഡിയോസ് പോയി വരേണ്ട രീതികളൊക്കെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത രീതി തിരിച്ചു വരുമ്പോൾ രാമനാഥപുരത്ത് നിന്ന് ഡയറക്റ്റായിട്ട് തിരൂരിലേക്ക് പോരുന്ന രീതിയിലാണ്. പോകുമ്പോൾ തൃശ്ശൂർ വഴി അമൃത എക്സ്പ്രസ്സിനായിരുന്നു യാത്ര. അപ്പോഴാണ് നമുക്ക് ഏർവാടിയിൽ ഒരു ദിവസമെങ്കിലും സമയം കിട്ടുള്ളൂ. ആ രീതിയിലുള്ള റൂട്ട് മാപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്യാം. നേരിട്ടുള്ള മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു തവണ മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്കാണ് ആദ്യമായിട്ട് പോകേണ്ടത്. തൃശ്ശൂരിൽ രാത്രി 2 മണിക്ക് മുമ്പ് എത്തുന്ന രീതിയിലുള്ള ഏത് ട്രെയിനിനും നിങ്ങൾക്ക് തൃശ്ശൂരിൽ എത്തിച്ചേരാം. സ്ക്രീനിൽ ചില ട്രെയിനുകൾ കാണാം നിങ്ങൾക്ക്. ഇനി അതല്ല കോഴിക്കോട് തൃശ്ശൂർ റൂട്ടുകളിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ബസ്സിനും തൃശ്ശൂരിലേക്ക് രാത്രി 2 മണിക്ക് മുമ്പ് എത്തിച്ചേരാൻ കഴിയും. അവിടുന്ന് നമുക്ക് രാത്രി പുലർച്ചെ 2:20 അമൃത എക്സ്പ്രസ്സിന് കയറിയാൽ പിറ്റേ ദിവസം 11:15 കൂടി രാമനാഥപുരത്ത് എത്താൻ കഴിയും. സ്ലീപ്പർ ക്ലാസ് 265 രൂപയും ജനറൽ ക്ലാസ് 145 രൂപയുമാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഈ ട്രെയിനിന് പാലക്കാട് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ നിന്ന് അത് ലഭിക്കുന്ന രീതിയിലുള്ള അനുയോജ്യമായ കണക്ഷൻ ട്രെയിനുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. പാലക്കാട്ടേക്ക് ബസ്സിനോ മറ്റോ എത്താൻ കഴിയുന്ന ആളുകളാണെങ്കിൽ പുലർച്ചെ 4:20 ഇത് പാലക്കാട് എത്തുക. അവിടുന്ന് അങ്ങനെയും കയറാവുന്നതാണ്. ഈ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കോട്ടയം വഴി എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, പൊള്ളാച്ചി, ഡിണ്ടിക്കൽ, മധുരൈ വഴി രാമനാഥപുരം എത്തുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് രാമേശ്വരത്താണ്. അപ്പോൾ ഇത് തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കും ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് ഏർവാടിയിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ രാത്രി 2:20 തൃശ്ശൂരിൽ നിന്ന് കയറി രാവിലെ 11:15 കൂടി നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ബസ്സിനാണ് ഏർവാടിയിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഓൾഡ് ബസ് സ്റ്റാൻഡ് കാണാം. അവിടുന്ന് നമുക്ക് ബസ് കിട്ടും. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ന്യൂ ബസ് സ്റ്റാൻഡ്. അവിടെ ചെന്നാൽ അവിടുന്ന് എടുക്കുന്ന ബസ് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് ഇപ്പോൾ ഏർവാടിയിൽ എത്തിയിട്ടുണ്ട്. 12:30 മണിയോട് കൂടി നമ്മൾ ഏർവാടിയിലെത്തി. ഇവിടേക്ക് ഒരാൾക്ക് 25 രൂപയാണ് ബസ്സിന് ചാർജ് വന്നത്. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബറക്കത്ത് ഹോട്ടലിലാണ് റൂം എടുത്തത്. 450 രൂപക്കാണ് റൂം എടുത്തത്. പലയിടത്തും അതിനേക്കാൾ കുറഞ്ഞതും കൂടിയതുമായ റൂമുകളൊക്കെ പരിസരത്തുണ്ട്. പിന്നെ നമുക്കൊരു സൗകര്യം നോക്കിയിട്ടാണ് ആ റൂം എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി ഭക്ഷണം ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വാൽനോക്കിലേക്കാണ് ആദ്യമായിട്ട് പോയത്. ഈ നിൽക്കുന്ന ബസ്സിലായിരുന്നു നമ്മൾ പോയത്. ഈ പ്രൈവറ്റ് ബസ്സിന് വാൽനോക്കിലേക്ക് 20 രൂപയാണ് ഒരാൾക്ക് ചാർജ്. 2:10 ഇവിടുന്ന് പുറപ്പെട്ട് 2:50 ഇത് വാൽനോക്കിൽ എത്തിച്ചേരും. അങ്ങനെ അവിടെ ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ വാൽനോക്കിൽ ചിലവഴിച്ച് 5 മണിക്കുള്ള ഗവൺമെൻറ് ബസ്സിനാണ് പോകുന്നത്. അതിന് ഒരാൾക്ക് 15 രൂപയാണ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 5:30 മണിയോടുകൂടി റൂമിലെത്തി ഫ്രഷ് ആയതിനു ശേഷം നേരെ ഇബ്രാഹിം പാഷ തങ്ങളെ ദർഗയിലേക്ക് പോയി.
അന്ന് രാത്രി മുഴുവനായിട്ട് അവിടെ ദർഗയിലും മറ്റൊക്കെ ആയിട്ട് ചിലവഴിച്ചു. അങ്ങനെ രണ്ടാമത്തെ ദിവസം നേരം പുലർന്നു. ഇന്ന് 2 മണിക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇവിടുത്തെ സിയാറത്തുകളൊക്കെ പൂർത്തീകരിക്കണം. ഞങ്ങൾ രാവിലെ 6:30 മണിക്ക് തന്നെ സിയാറത്ത് ആരംഭിച്ചു. ആദ്യം കൊടിമരത്തേക്കും പിന്നെ കീഴക്കരയിലേക്കുമാണ് പോയത്. ഓട്ടോറിക്ഷയിലായിരുന്നു. ഞങ്ങൾ ഫാമിലിയായി 9 പേര് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നേരെ കൊടിമരത്തേക്ക് പുറപ്പെട്ടു. കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന കൊടിമരത്തിൻ്റെയും അവിടുത്തെ പള്ളിയൊക്കെ വീണ്ടും കടൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനു മുമ്പും നേരത്തെ ഉണ്ടായിരുന്നത് കടൽ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവിടേക്ക് നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് വന്നത് ഒരാൾക്ക് 20 രൂപ വെച്ചാണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ 3/4 മണിക്കൂറോളം ചിലവഴിച്ച് പിന്നെ നേരെ പോയത് അതേ ഓട്ടോയിൽ കീഴക്കരയിലേക്കായിരുന്നു. കീഴക്കരയിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് 400 രൂപയാണ് ചാർജായത്. അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മൾ കീഴക്കരയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ ഖുതുബിയത്തിൻ്റെ രചയിതാവായ സുദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ഇവിടെ അത്യത്ഭുതകരമായി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കരിങ്കൽ പള്ളിയും നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ നമ്മളവിടെ ചെറിയ രീതിയിൽ ഖുതുബിയത്തൊക്കെ ചൊല്ലിയതിന് ശേഷം നേരെ വീണ്ടും ഏർവാടിയിലേക്ക് തിരിച്ചു. അങ്ങനെ ഒരു 8:30 മണിയോട് കൂടി അവിടെ നിന്ന് പുറപ്പെട്ട് 9 മണിയോട് കൂടി ഏർവാടിയിലെത്തി. നേരെ ഭക്ഷണം കഴിച്ചു. ഒരു 9:30 മണിയോട് കൂടി റൂമിലേക്ക് തന്നെ എത്തി. പിന്നെ ഏകദേശം 1 മണിക്കൂറോളം അവിടെ റൂമിലൊന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 10:30 മണിക്ക് തൊട്ട് മുമ്പായിട്ട് അവിടെ നമ്മൾ മറ്റൊരു ഓട്ടോറിക്ഷയിൽ പരിസരത്തുള്ള മക്കാമുകളിലേക്കായിട്ട് ഇറങ്ങി. ഇതിനു വേണ്ടി നമ്മൾ ഓട്ടോക്കാരുമായി ഡീൽ ചെയ്ത് ഉറപ്പിച്ചത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് 600 രൂപക്കായിരുന്നു. കുട്ടികളെ കൂട്ടാതെ 9 പേരായിരുന്നു ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ യാത്ര ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പോയത് അർക്കാസുമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖബറയിലേക്കാണ്. അവിടുന്ന് നേരെ കഞ്ഞിപ്പള്ളി തെങ്ങിൻതോപ്പിൽ കഞ്ഞിപ്പള്ളി മക്കാമിലേക്ക് വന്നു. അവിടുന്ന് നേരെ സാറാവുമ്മ ദർഗാ ഷെരീഫിലേക്ക് വന്നു. അവിടുന്ന് നേരെ കാട്ടുപള്ളിയിൽ നിന്ന് ഏർവാടിയിലെ റൂമിൻ്റെ അടുത്തേക്ക്. ഇങ്ങനെയായിരുന്നു 600 രൂപക്ക് ഓട്ടോറിക്ഷ നമ്മൾ യാത്ര ചെയ്തത്. സാധാരണ ഏർവാടിയിൽ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നമ്മൾ നടന്നിട്ടാണ് പോകാറുള്ളത്. ഇന്ന് ഫാമിലി ആയതുകൊണ്ട് അവരുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത്. നടക്കാൻ കഴിയുന്നവർക്കും സമയം ഒരുപാടുള്ള ആളുകൾക്കും ഇവിടെയൊക്കെ നടന്നിട്ട് പോവാം. ഈ 4 ദർഗകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം 2.5 മണിക്കൂറാണ് നമ്മൾ ചിലവഴിച്ചത്. ഓട്ടോറിക്ഷയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അത്യാവശ്യം സമയം എല്ലാ മക്കാമിലും കിട്ടിയിരുന്നു. അങ്ങനെ വീണ്ടും 1 മണിയോട് കൂടി നമ്മൾ ഏർവാടിയിലെത്തി. നേരെ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളെ ദർഗയിൽ പോയി സലാം പറഞ്ഞു. ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് 2:30-2:45 കൂടി നമ്മൾ ഏർവാടിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ രാമനാഥപുരത്തേക്കാണ് ബസ് കയറിയത്. 1 മണിക്കൂർ യാത്ര ചെയ്ത് 3:45 കൂടി നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമുക്ക് 4:20 മംഗലാപുരത്തേക്ക് പോകുന്ന രാമേശ്വരം മംഗലാപുരം എക്സ്പ്രസ് ഉള്ളത്. നമ്മൾ തിരൂരിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യണത്. ഈ ട്രെയിൻ ഇങ്ങോട്ട് വരുന്നത് എല്ലാ ശനിയാഴ്ചയും വൈകിട്ടാണ്. അങ്ങനെ ഞായറാഴ്ച ഇവിടുന്ന് 4:20 പുറപ്പെട്ട് നമ്മൾ തിരൂരിൽ 12:55 കൂടി ഏകദേശം രാത്രി 1 മണിയോട് കൂടി നമുക്ക് തിരൂരിൽ എത്താൻ കഴിയും. പുലർച്ചെ മംഗലാപുരത്തും ഈ ട്രെയിൻ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് അമൃത എക്സ്പ്രസ്സിന് പുറപ്പെട്ട് ഇവിടുന്ന് രാമേശ്വരം മംഗലാപുരം എക്സ്പ്രസ്സിന് നാട്ടിലേക്ക് തിരിക്കുന്ന രീതിയിൽ ഒരു ദിവസം ഏർവാടിയിൽ കിട്ടുന്ന രീതിയിലുള്ളൊരു റൂട്ടാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുതുതായി നിലവിൽ വന്ന രാമേശ്വരം മംഗലാപുരം എക്സ്പ്രസ്. നമ്മൾ ഈ ട്രെയിനിൻ്റെ ജനറൽ ക്ലാസ്സിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കി. അപ്പോൾ അത്യാവശ്യം കാലിയുണ്ട്, വലിയ തിരക്കൊന്നുമില്ല. പുതിയ ട്രെയിൻ ആയതുകൊണ്ടായിരിക്കും. ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ തിരക്കുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ജനറലി യാത്ര ചെയ്യുന്നവർക്കും വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ഏർവാടിയിൽ പോയി വരാൻ പറ്റുന്ന ഒരു ചെറിയ രീതി. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.